ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്ക് സമാധാനം. കുറച്ച് ദിവസങ്ങളായില്ലേ ഓഡിയോ ഒക്കെ ഇട്ടിട്ട്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. സമയമൊക്കെ തെറ്റിയിട്ടാണ് ഞാൻ ഓഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാറ്, വേറൊന്നും കൊണ്ടല്ല, സിറ്റുവേഷൻസ് അങ്ങനെ ആയതുകൊണ്ടാണ്. ഇന്ന് വളരെ അധികം ഉപകാരമായിട്ടുള്ള ഒരു ടോക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ എത്രമാത്രം സഹായിക്കുന്നു എന്നുള്ളത് പല സമയങ്ങളിലും നമ്മൾ മനസ്സിലാക്കാറില്ല. നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയങ്ങളിലും നമ്മൾ തളർന്നു പോകുന്ന സാഹചര്യങ്ങളിലുമൊക്കെ പലപ്പോഴും നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും തളർന്നിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പരാതി പറയും, പരിഭവങ്ങൾ പറയും, കരഞ്ഞു തീർക്കും ഒക്കെ ചെയ്യുന്ന ദൈവമക്കളാണ്. പക്ഷേ ഒരിക്കലെങ്കിലും നമ്മൾ പരിശുദ്ധാത്മാവിനെ സഹായത്തിനായിട്ട് വിളിക്കാറുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുകയോ പരിശുദ്ധാത്മാവിനെ വിളിക്കാനായിട്ട് ആഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ടോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളത് നിങ്ങളുടെ വലിയൊരു ദൗത്യം തന്നെയാണ് കേട്ടോ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അധിക ദിവസങ്ങളായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പിശാച് സമ്മതിക്കുന്നില്ല. പ്രലോഭനങ്ങൾ എനിക്കിങ്ങനെ തന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ദൈവസന്നിധിയിലേക്ക് പോകും. പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കും. പക്ഷേ ഞാനിങ്ങനെ കുമ്പസാരിച്ചൊരുങ്ങിയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ജപമാലയൊക്കെ ചൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോൾ വളരെയധികം ക്ഷീണം അനുഭവപ്പെടും. ഞാനിങ്ങനെ തളർന്നിങ്ങനെ ഉറക്കത്തിലേക്ക് വീണു പോകും. എന്നാൽ ഉറങ്ങാമെന്ന് കരുതി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് മറ്റു പല ചിന്തകളും കയറി വരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ മുന്നിലാണെങ്കിൽ ഒരു വലിയൊരു സഹനം മുന്നിലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രാർത്ഥിക്കണം. എനിക്ക് മനസ്സിലായി, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ സഹനത്തിന് മീതെ ദൈവം പ്രവർത്തിക്കും, ദൈവം തീർച്ചയായിട്ടും രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു വലിയൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാത്താൻ അവിടെ വലിയൊരു തടസ്സം സൃഷ്ടിക്കുമെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാനായിട്ട് അനുവദിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വളരെയധികം നിരാശയിലിരിക്കുക. കാരണം നമുക്ക് ഈ പ്രാർത്ഥനയിൽ ചില സമയങ്ങളിൽ എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം എന്ന ചിന്തകൾ വരാറുണ്ട്. അതിന് മെയിൻ കാരണം നമുക്ക് കൃപ കുറയുമ്പോഴാണ്, നമ്മിലുള്ള കൃപ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവിൽ ജ്വലിച്ച് നിൽക്കുന്നവരാണെങ്കിൽ നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവ് നയിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ആ സമയത്താണ് തീർച്ചയായിട്ടും ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, നമ്മളിലേക്ക് അഗ്നി ഇറങ്ങണം. നമ്മൾ ഉണങ്ങിപ്പോയ ഒരു വിറകാണെങ്കിൽ ആ വിറകിനെ കത്തിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കൂ എന്നുള്ള ഒരു ബോധ്യം എനിക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം തന്നു. അങ്ങനെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിനോട് ചേർന്നിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ ജപമാല ചൊല്ലിക്കൊണ്ടും പരിശുദ്ധാത്മാവിനെ വിളിച്ചു വരുത്തി പാട്ടുപാടി പ്രാർത്ഥിച്ചും എൻ്റെ പ്രാർത്ഥനയുടെ തുടക്കം ഞാൻ അങ്ങനെ ആക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആ ഒരു തുടക്കം തന്നെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ബൈബിള് വായിക്കുമ്പോഴും ജപമാല വായിക്കുമ്പോഴും എന്ത് പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ പോയാലും പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ ജ്ഞാനവും അറിവും സഹായവുമൊക്കെ കൃപയുമൊക്കെ ചോദിച്ച ശേഷം മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഇതെനിക്കൊരു വലിയൊരു ബോധ്യമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ജപമാല ചൊല്ലുകയും പാട്ടുപാടി പരിശുദ്ധാത്മാവിനെ ആരാധിച്ച് ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മളിൽ ഒരു അഗ്നി കത്തണം. കത്തി ജ്വലിച്ചാൽ പിന്നെ നമുക്ക് കയറിപ്പോരാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്ക് ആ ഒരു നിമിഷം പ്രാർത്ഥിച്ച് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം എൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ എവിടേക്കോ മറഞ്ഞുപോയി. എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്തകളും വരുന്നില്ല, പ്രലോഭനങ്ങളും വരുന്നില്ല, എനിക്ക് മടുപ്പൊന്നും വരുന്നില്ല. സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ജപമാല ചൊല്ലി, രക്തകണീൻ്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പോൾ രക്തകണി ജപമാല ചൊല്ലി, അതുപോലെ തന്നെ വിശുദ്ധ വേദപുസ്തകത്തോട് എനിക്ക് എന്തെന്നില്ലാതെ സ്നേഹം വരാൻ തുടങ്ങി. എനിക്ക് മടുപ്പൊന്നുമില്ലാതെ ഒരുപാട് നേരം ഞാൻ ഒരു 1.5 മണിക്കൂറോളം ഞാൻ പ്രാർത്ഥിച്ചു.
എന്നിട്ട് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് തോന്നിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനിത് പറയാൻ കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾക്ക് പലപ്പോഴും ഒക്കെ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോകും, നമുക്ക് ഉറക്കം വരും, നമ്മൾ ക്ഷീണിതരാവും. ഒക്കെ ഇതിനൊക്കെ മെയിൻ ഒരൊറ്റ കാരണമുള്ളൂ. ഒന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. കാരണം കൃപ നമ്മളിലേക്ക് നിറയും, അതുകൊണ്ടാണ് ഇഷ്ടമല്ലാതെ. നിങ്ങൾ വലിയ രീതിയിൽ ജ്വലിച്ച് നിന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട. നിങ്ങൾ ദൈവത്തോട് ചേർന്നിരുന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മൾ ബൈബിൾ എടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഓടിച്ചാടി ചെന്ന് ബൈബിൾ എടുത്ത് വെറുതെ വായിച്ച് വിടാതെ ഒരു 5-10 മിനിറ്റോളം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ ജപമാല നിങ്ങൾ എടുക്കുമ്പോൾ ജപമാല നമ്മൾ പരിശുദ്ധാത്മാവിന് കൊടുത്ത് പ്രാർത്ഥിക്കണം. എന്തു പ്രാർത്ഥനകൾ നിങ്ങൾ ചൊല്ലിയാലും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിനോട് കൊടുത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ പരിശുദ്ധാത്മാവിന് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് പോലൊരു സ്ഥാനം നമ്മൾ ഹൃദയത്തിൽ കൊടുക്കുക. കാരണം അതിനുവേണ്ടി നമ്മൾ തീക്ഷ്ണതയോടെ ദാഹിക്കണം. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവാണ്. നമുക്കൊക്കെ അറിയാം, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. സിഹ്യോൻ മാളികയിൽ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ കൂടുതലായിട്ട് വിവരിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല, അതെല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയിലേക്ക് ഇറങ്ങി വന്ന, ലെഹന്മാരിലേക്ക് ഇറങ്ങി വന്ന, ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന ആളിക്കത്തിയ പരിശുദ്ധാത്മാവെന്ന അഗ്നി നമ്മളെപ്പോലെ ഉണങ്ങി വരേണ്ട വിറകുകൊള്ളിയായിട്ടിരിക്കുന്ന നമ്മളിലേക്ക് ഒരു തീക്കനലായിട്ട് മാറുകയാണെങ്കിൽ ആളിക്കത്തുകയും നമ്മൾ ജ്വലിക്കുകയും ചെയ്യും. പ്രകാശം നമ്മളിൽ നിറയുകയും ചെയ്യും. അങ്ങനെ നമുക്ക് പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ കൃപ കിട്ടും. പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മളിലെ കൃപ നഷ്ടപ്പെടുമ്പോഴാണ്. കാരണം നമുക്ക് ഈ ശക്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മളിലില്ലാതെ പോകുമ്പോഴാണ്, ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ജ്വലിക്കാതെ പോകുമ്പോഴാണ് നമ്മൾ ക്ഷീണിച്ചു പോകുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ജ്വലിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഭയമോ മറ്റു പേടികളോ യാതൊരു തര തളർച്ചയോ മറ്റ് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും നമുക്കുണ്ടാവില്ല. എത്ര സഹനമാണെങ്കിൽ പോലും ഒക്കെ നമുക്കത് സ്വീകരിക്കാനുള്ള മനസ്സും ശക്തിയും കരുത്തും വിശ്വാസവും ഒക്കെ വർദ്ധിപ്പിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹിക്കണം. ആത്മാവിനോട് ചേർന്ന് നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ജപമാല നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ദൈവമക്കളാണെങ്കിൽ നിങ്ങൾ ഒട്ടും മുടങ്ങാതെ തന്നെ എന്ത് പ്രാർത്ഥനകൾ വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പൊക്കെ ആയിട്ട്, പേഴ്സണൽ പ്രേയറിനൊക്കെ മുമ്പൊക്കെ ആയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പാട്ടൊക്കെ പാടിയ ശേഷം നമ്മുടെ പ്രാർത്ഥനകളും വിഷയങ്ങളും ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ പ്രാർത്ഥിച്ച് നോക്കിക്കേ. നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ക്ഷീണങ്ങളോ തടസ്സങ്ങളോ മറ്റു പുറമേ നിന്നുള്ള ഒരു തരത്തിൽ ഡിസ്റ്റർബൻസും ഇല്ലാതെ നമുക്ക് പ്രാർത്ഥിച്ചു പോകാനായിട്ട് നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കും. തീർച്ചയായിട്ടും 100% ഉറപ്പാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിങ്ങൾ ചെയ്യുക. ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഞാൻ തളർന്നു പോവുകയാണ്, ക്ഷീണിച്ചു പോവുകയാണ്, ദൈവത്തിനെ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് കരുതി, പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയോ, പ്രലോഭനങ്ങളിൽ ചെന്ന് വീണു എന്ന് കരുതിയോ, നിങ്ങളിൽ നിന്നും അകന്നുപോയ പാപം നമുക്ക് വീണ്ടും കയറി വരുന്നതായിട്ടോ അത് ചെയ്യാനായിട്ടൊരു പ്രവണത നിങ്ങളിലേക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും നമ്മളെ ബാധിക്കുകയില്ല. കാരണം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ വീണ്ടും 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 പ്രിയപ്പെട്ടവരെ ജ്വലിച്ച് മുന്നേറാനായിട്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. ഈ രീതിയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാനായിട്ട് ദൈവം നിങ്ങളെ പരിശുദ്ധാത്മാവിലൂടെ സഹായിക്കും. അഭിഷേകത്തിന് വേണ്ടി ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ജപമാല ചൊല്ലി നിരന്തരം പ്രാർത്ഥിക്കുക. ആത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ വെളിപ്പെടട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആവേ മരിയ.